ഞാനും മുത്താടും കൂടി എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഞങ്ങളുണ്ടല്ലോ മാസത്തിൽ ഒരിക്കലെങ്കിൽ എല്ലാവരും കൂടി ഒരു കൂടലാണ് കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊരു ഫുഡ് കഴിക്കൽ പരിപാടി. അങ്ങനെ ഈ ഞായറാഴ്ച അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, വായോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മൾ ഫുഡ് കഴിക്കണം, സൂര്യ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എത്തിയപാട് അമ്മ ദാ ബിരിയാണിൻ്റെ പരിപാടി ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പെറുക്കിയെടുക്കാൻ പോയിട്ടുണ്ട്. നമ്മളുള്ള ഈ കറുത്ത മുന്തിരി വെച്ചാണ് ഇവിടെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഈ റെസിപ്പി സന്ധ്യയുടെ റെസിപ്പി ആട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിയുടെ കൂടെ ഈ ഒരു സാലഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അമ്മ നല്ല പൊരിച്ച മീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അമ്മമാരാണല്ലോ നമ്മൾ ഇഷ്ടങ്ങൾ നോക്കി ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈ വട്ടയിൽ കുറച്ച് ചോറൊക്കെ ഇങ്ങനെ ഉരുട്ടി തരുന്നുണ്ട്. എൻ്റെ അമ്മ ഈ ഉരുളയ്ക്ക് കൊടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ഇവിടുന്നൊക്കെ ഓരോ വാങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല പച്ച മാങ്ങ കുറച്ച് ഉപ്പും മുളകൊക്കെ പെരക്കി കഴിക്കാൻ അടിപൊളിയാണല്ലോ. അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. മുത്തോടനെ കഴിക്കുന്ന സമയത്ത് എവിടെ പോയി, മൂപ്പരെ കാത്ത് കളിച്ചമ്മ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കഴിച്ച്, അവർ വന്നിട്ട് അവരും കഴിച്ച്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കുറച്ച് കശുവണ്ടി പരിപ്പൊക്കെ ചുട്ട് തിന്നത് കരുതി പകുതിയും കഴിഞ്ഞു പോയി. രാത്രി ആയപ്പോഴത്തേക്കും അമ്മേൻ്റെ വക പേരറിയാത്ത രൂപമില്ലാത്ത കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള